ഹായ് ഹലോ എല്ലാവർക്കും കുട്ടി സുരസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു എക്സാം എഴുതാൻ പോകാനുള്ളൊരു മുന്നൊരുക്കത്തിലൊക്കെയാണ്. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു, എന്നാലും എന്തൊക്കെയോ ഇനിയും പഠിച്ച് തീരാനുണ്ട് എന്നുള്ളൊരു തോന്നൽ. നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ എക്സാം ഹാളിലേക്ക്. അപ്പോൾ ബസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി. ബസ് സ്റ്റേഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പ്രിസ്റ്റൺ ബസ് സ്റ്റേഷനാണ് ആ കാണുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ഹോളിഡേ ഇൻ ഹോട്ടലും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ലോ എന്തോ ബിൽഡിംഗ് ഒക്കെയാണ്, കോർട്ട് പോലെ എന്തോ ബിൽഡിംഗാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഇതൊരു കോർട്ടാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. 1, 2, 3, 4 തവണയൊക്കെ പഠിച്ച് റിവിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും എന്തൊക്കെയോ പഠിച്ചു തീരാൻ ബാക്കിയുണ്ട് എന്നൊരു തോന്നൽ. മജിസ്ട്രേറ്റ് കോർട്ടാണ് റൈറ്റ് സൈഡിലെ വൈറ്റ് ബിൽഡിംഗ്. അങ്ങനെ എക്സാം ഹാളിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നു. അതാ ഈ മജിസ്ട്രേറ്റ് കോർട്ടിൻ്റെ സൈഡിലുള്ള ഈ വഴിയിലെ കൂടെയും മെയിൻ റോഡിന് വഴിയിലെ കൂടെയും നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതാണ് നമ്മളുടെ എക്സാം ഹാൾ, അതായത് എക്സാം ബിൽഡിംഗ്. മാർഷൽ ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ആർക്കെങ്കിലുമൊക്കെ സംഗതി എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ മെയിൻ ഡോർ തുറക്കാൻ ഇത്തിരി ചടങ്ങാണ് ഗൈസ്. അങ്ങനെ ഉള്ളിൽ കയറി 6th ഫ്ലോറിലാണ് നമ്മളുടെ എക്സാം വരുന്നത്. ഇവിടുത്തെ തിയറി ടെസ്റ്റ് എടുക്കാനുള്ള എക്സാം 6th ഫ്ലോറിലാണ്. എക്സാം എഴുതുന്ന ആൾ മാത്രമാണ് അവിടെ അലൗഡഡ് ആയിട്ടുള്ളൂ. ഫോൺ അലൗഡഡ് അല്ല. മറ്റ് സാധനങ്ങളെല്ലാം അവിടെ ലോക്കറിൽ വെക്കണം. അങ്ങനെ 6th ഫ്ലോർ നമ്മൾ എത്തി. ഇനി എല്ലാവരും പ്രാർത്ഥിക്കണേ, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. 20 മിനിറ്റ് എടുത്ത് എൻ്റെ എക്സാം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണണ്ടേ. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മികച്ചൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റി ഗൈസ്. അപ്പോൾ കാറിൻ്റെ എക്സാം കഴിഞ്ഞു. താങ്ക് യു ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ ഇതിൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയർ പറയുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.